നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു സമയത്ത് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു സമയത്ത് ഈ റീഡിങ്ങിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ മേ ബി ഒരുപാട് പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിപ്പെടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് ഒരുപാട് ചലഞ്ചസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാത്തത്? തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി മനസ്സാലെ നിങ്ങളിലേക്ക് എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് ഓടി അണയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പുകൾ കാരണം അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉള്ളത് കാരണം ആ വ്യക്തി വീണ്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുമോ എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനുള്ള ഒരുപാട് ചാൻസസ് ഇവിടെ കാണുന്നുണ്ട്. ത്രോട്ട് ചക്ര ആൻഡ് ഓർ ടു റൊമാൻസ്. ഓക്കെ, നിങ്ങൾക്കിടയിലുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേഷനിൽ ഒരു ചേഞ്ച് വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു വലിയ പ്രതീക്ഷ ഈ ഒരു സമയത്ത് നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ഈ സമയത്ത് ആ വ്യക്തി എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അവരുടെ ലൈഫിലുള്ള നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെ എതിർത്തുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഫൈനൽ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവയർനെസ്, അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി പേർക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, മരുന്നുകൾ കൊണ്ട് പോലും മാറാത്ത അത്രമാത്രമുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു പെയിൻ നിങ്ങളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കാതിരിക്കുക. ഓക്കെ, എന്തൊക്കെയാണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓവർ തിങ്കിങ് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ ഒരു സക്സസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ആ ഒരു നെഗറ്റിവിറ്റീസ് എല്ലാം ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ദെൻ യെസ്, അവർക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഇമോഷണൽ ലോസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ലവ് ബിഗിൻസ്. നിങ്ങൾക്കിടയിലുള്ള പ്രണയം വീണ്ടും തുടങ്ങുന്നു. അതായത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്.
അവർ അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. ഓക്കെ. ലവ് ബിലീവ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിശ്വാസ്യത വരുന്നൊരു സമയമാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും സ്നേഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ളതാണ്. സോൾ ടു സോൾ കണക്ഷൻ വളരെ കൂടുതലാണ്, ആഴമേറിയതാണ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് ലീവ് യുവർ പാഷൻ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രപ്പോസിങ്. ഡെഫിനറ്റ്ലി ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്നതാണ്. ഇനി സിംഗിൾസ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ആൻഡ് ദെൻ യെസ്, എക്സ്പെക്ട് മിറാക്കിൾ ആൻഡ് മാരേജ്. അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നത് തന്നെ അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ വെൽക്കം ചെയ്യുന്നതായിരിക്കാം. അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ആണ് അവർ നിങ്ങളെ കാണുന്നത്. ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വളരെ ജെനുവിനായിട്ട് വളരെ സിൻസിയർ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ഈ പേഴ്സൺ മെഡിക്കൽ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ബ്ലൂ കളർ, ലെറ്റർ യു. വിത്തിൻ 48 hours ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു 48 hours പോസിബിലിറ്റി ആണ്. ലെറ്റർ സി, റിയാക്റ്റീവ്. എന്ത് കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കാം. 1 week, 1 വീക്കിനുള്ളിൽ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഐസ്, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം. യെല്ലോ കളർ, ലെറ്റർ ജി, ലെറ്റർ എഫ്, ലെറ്റർ വി, ലെറ്റർ എ. ടാറ്റു ഓൺ ഹാൻഡ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കൈകളിൽ ടാറ്റു ആർട്ട് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് മന്ത്, ഓക്കെ, ഫെബ്രുവരി, ലെറ്റർ എൽ. സോഷ്യൽ മീഡിയ. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ കണക്ഷൻസ് വഴിയായിരിക്കാം നിങ്ങൾ കണക്റ്റ് ആയിട്ടുള്ളത്. നമ്പർ 9. ഓക്കെ, വിത്തിൻ 48 hours. തീർച്ചയായിട്ടും ഈ ഒരു 48 hours എന്തെങ്കിലും ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ.